السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. درس القرآن 215 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 65 അധ്യായം സൂറത്തു ത്വലാഖിലെ ആദ്യ വചനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചത്. ആ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മശാസ്ത്രപരമായ ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അഥവാ വൈവാഹിക ജീവിതം, ആ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിവാഹമോചനം അഥവാ ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറയുന്ന ചില കാര്യങ്ങൾ ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കി. വിവാഹമോചനം ചെയ്യപ്പെടുന്നവരും ഭർത്താവ് മരണപ്പെട്ട് വിധവകളാകുന്നവരും ഇദ്ദ ആചരിക്കണമെന്നും ആ ഇദ്ദയുടെ കാലാവധികളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അവിടെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇദ്ദ നിങ്ങൾ എണ്ണിക്കണക്കാക്കണം എന്നതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ അള്ളാഹു തുടർന്നുള്ള ആയത്തുകളിൽ വിശദീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് സൂറത്തു ത്വലാഖിലെ 2-3 ആയത്തുകളാണ്. അതിലെ രണ്ടാമത്തെ ആയത്ത് നമ്മൾക്ക് ആദ്യം വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا. ഇതാണ് ഇതിലെ ഒന്നാമത്തെ ആയത്ത്. ഒന്നാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം ഫൈദാ ബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സരിഹു ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട് അത് അവൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാവുകയും പിന്നീട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലായിരിക്കണം വിവാഹമോചനം നടക്കേണ്ടത് എന്നും പിന്നീട് ഇദ്ദയുടെ കാലാവധി തുടക്കവും ഒടുക്കവും നിങ്ങൾ കൃത്യമായി എണ്ണിക്കണക്കാക്കണമെന്നും പറയുകയുണ്ടായി. അതിൻ്റെ ആവശ്യകത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി അള്ളാഹു പറയുന്നത് ഫഇദാ ബലഗ്ന അജലഹുന്ന, അവർ അവരുടെ ഇദ്ദ കാലാവധി എത്തിക്കഴിഞ്ഞാൽ
എന്തു ചെയ്യണം? ഫഅംസികൂഹുന്ന, നിങ്ങൾ അവരെ കൂടെ നിർത്തണം. ബിമഅറൂഫിൻ, മാന്യമായ മര്യാദയോടുകൂടി നിങ്ങൾക്കവരെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിർത്താം. ഔ അല്ലെങ്കിൽ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്, നിങ്ങൾ മാന്യമായ രീതിയിൽ അവരെ പിരിച്ചയക്കുക. ഇതാണ് ഈ ആദ്യ ഭാഗത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യം. ഈ ആയത്തുകളൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളും അവ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മോട് ഉപദേശിച്ചിട്ടുള്ള രീതികളും വളരെ കൃത്യമായി ഖുർആനിൽ ഉണ്ടായിരിക്കെ ആ രീതിയിലല്ല മിക്കവാറും വിവാഹമോചനങ്ങൾ നടക്കുന്നത് എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ത്വലാഖ് തന്നെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത, എന്നാൽ ഒരു നിലക്കും ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു പേർക്കും സാധിക്കുകയില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. ഇനി ഇദ്ദ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത്, ഒന്നുകിൽ ആ വിവാഹമോചനം ചെയ്ത ഭർത്താവിന് അവളെ കൂടെ നിർത്താം, അല്ലെങ്കിൽ ആ അവധി എത്തിക്കഴിഞ്ഞാൽ അയാൾ രണ്ടിലൊരു കാര്യം തീരുമാനിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. രണ്ടിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ യുദ്ധ പീരീഡിൽ അയാളുടെ കൂടെയാണ്, അയാളുടെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. അവൾക്കുള്ള ചെലവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ അയാൾ നൽകണം. അത് എന്തിനാണ് എന്ന് കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹുവിനറിയാം. ഒരുപക്ഷെ അവർക്കിടയിൽ ആ വിച്ഛേദനത്തിന്റെ കാർക്കശ്യം ലഘൂകരിക്കപ്പെടുകയും വീണ്ടും ഒരു വിചിന്തനത്തിലേക്ക് അവർ മടങ്ങി വരികയും ചെയ്ത് അവർക്ക് വീണ്ടും ഒന്നിക്കാനുള്ളൊരവസരം സൃഷ്ടിക്കുക എന്നതാണ്. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ ത്വലാഖ് ഇസ്ലാം അനുവദിച്ചത് ഒരിക്കലും ത്വലാഖ് നടക്കരുത് എന്നതുകൊണ്ട് തന്നെയാണ്. പരമാവധി ആ കാലയളവിൽ പോലും അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ വീണ്ടും അവരുടെ കുടുംബജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ത്വലാഖ് 2ഉം 3ഉമൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയത്. അത് ഒറ്റയടിക്ക് നിർവഹിക്കാനല്ല, അതിനിടയിലുള്ള യുദ്ധ കാലാവധി ഉണ്ടാകണം. അപ്പോഴാണ് ഈ ത്വലാഖ് 3 പ്രാവശ്യം എന്ന് അള്ളാഹു നിശ്ചയിച്ചതിന്റെ യാഥാർത്ഥ്യവും അതിലെ രഹസ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവരുടെ യുദ്ധ കാലാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് പൂർത്തിയായാൽ, അവരുടെ ആ വിവാഹമോചനം ചെയ്ത ഭർത്താവ് എന്തു വേണം? രണ്ടിലൊന്ന് തീരുമാനിക്കണം. അള്ളാഹു പറയാണ്, ഫഅംസികൂഹുന്ന, ഒന്നുകിൽ അവളെ കൂടെ നിർത്തണം, പഴയ ജീവിതത്തിലേക്ക് മടങ്ങണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഔ ഫാരിഖൂഹുന്ന, അല്ലെങ്കിൽ അവളെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം. ഇനി ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം, കൂടെ നിർത്തുകയാണെങ്കിലും ഇനി അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിലും ബിമഅറൂഫ്, അത് മര്യാദയോട് കൂടിയായിരിക്കണം, മാന്യമായിട്ടായിരിക്കണം. ഏതെങ്കിലും ദുരുദ്ദേശപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ചുകൊണ്ടോ ആവാൻ പാടില്ല. രണ്ടാണെങ്കിലും അത് മാന്യമായിട്ടായിരിക്കണം എന്ന ഒരു കർശനമായ നിബന്ധന അള്ളാഹു ഈ വചനത്തോടൊപ്പം വച്ചിരിക്കുകയാണ്. അവളെ തിരിച്ചെടുക്കുന്നതും ദുരുദ്ദേശപരമാകാൻ പാടില്ല, അത് മാന്യമായിട്ടായിരിക്കണം. ഇനി അവളെ പിരിച്ചയക്കുമ്പോൾ
അവളോടുള്ള ദേഷ്യവും ഈർഷ്യതയും ഒക്കെ കാണിച്ച് വളരെ മോശമായ രീതിയിൽ ആവരുത് എന്ന് മാത്രമല്ല, മാന്യമായിട്ടായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. അതാണ് ഫഇദാ ബലഗ്ന അജലഹുന്ന, അവരുടെ അവധി അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്നുകിൽ അവളെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം. അതിനുശേഷം അള്ളാഹു പറയുന്ന കാര്യം وَأَشْهِدُوا ذَوَيْ عَدْلٍ مِّنكُمْ وَأَقِيمُوا الشَّهَادَةَ لِلَّهِ ذَلِكُمْ يُوعَظُ بِهِ مَنْ كَانَ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَأَشْهِدُوا ذَوَيْ عَدْلٍ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും രണ്ട് സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം. വാഷിദു, നിങ്ങൾ അത് ഈ പറയുന്ന പിരിച്ചയക്കലിന് അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതിന് ഒക്കെ രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം. ആ സാക്ഷികൾ ദവൈ അദിലിൻ, നീതിമാന്മാരായവരായിരിക്കണം, മിൻകും, നിങ്ങളിൽ നിന്നുള്ള. വഖീമു ഷഹാദത്ത ലില്ലാ, നിങ്ങൾ ആ സാക്ഷ്യം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഏതെങ്കിലും ഭാഗം ചേർന്നുകൊണ്ട്, വരന്റെയോ വധുവിന്റെയോ ഭാഗം ചേർന്നുകൊണ്ട് ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാവാൻ ഈ സാക്ഷികൾക്ക് പാടില്ല. അതുകൊണ്ട് കൃത്യമായി അള്ളാഹു പറഞ്ഞു, ആ രണ്ട് സാക്ഷികൾ തീർച്ചയായും അവർ എന്തായിരിക്കണം? നീതിമാന്മാരായിരിക്കണം. മാത്രമല്ല അള്ളാഹുവിന്റെ പേരിൽ അവർ കൃത്യമായ അവരുടെ ബാധ്യത നിർവഹിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ദാലിക്കും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ദാലിക്കും, ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അത് അള്ളാഹു യുഅദു ബിഹി, അതുകൊണ്ട് വസിയത്ത് അല്ലെങ്കിൽ ഉപദേശം നൽകപ്പെടുന്നത് ആർക്കാണ്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കാണ്. അവരാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ പാലിക്കുന്നവരവരായിരിക്കും. ഇപ്പൊ ഇതിന്റെ മുമ്പ് ഒന്നാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞല്ലോ, അവരാ യുദ്ധ കാലയളവിൽ ഒന്നിച്ച് താമസിക്കുമ്പോ ഒരുപക്ഷെ അള്ളാഹു അവർക്കിടയിൽ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കാത്ത കാര്യം ഉണ്ടാക്കിയേക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കാലയളവിൽ അഥവാ അങ്ങനെ കാലയളവ് പൂർത്തിയായി മുസ്ലിം പേരുകളാണ് പലർക്കുമുള്ളതെങ്കിലും പക്ഷേ പലപ്പോഴും അള്ളാഹു കൽപ്പിച്ച ഈ രീതിയിലായിരിക്കില്ല അവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു വളരെ കൃത്യമായി ഇതിന് വെച്ചിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ വിവാഹമോചനത്തിന്റെ ഒരവസ്ഥ എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ രീതിയിൽ തന്നെ നിർവഹിക്കാൻ യഥാർത്ഥ വിശ്വാസികൾ മാത്രമേ മുന്നോട്ട് വരികയുള്ളൂ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, ആ ആയത്തിന്റെ അവസാനത്തിൽ വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. അവന്റെ പ്രയാസങ്ങളിൽ, അവന്റെ പ്രതിസന്ധികളിൽ അവനൊരു മാർഗം, രക്ഷാമാർഗം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. ഇവ രണ്ടുപേരും അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ അതൊരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ എന്നും അപ്പോൾ മാത്രമാണ് അത് അനുവദിച്ചിട്ടുള്ളത് എന്നുമൊക്കെ പറയുമ്പോൾ, ഇനി രണ്ടുപേരും അവരുടെ വഴിക്ക് പോകുമ്പോൾ തന്നെ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് രണ്ടുപേരുമെങ്കിൽ രണ്ടുപേർക്കും അള്ളാഹു പല മാർഗങ്ങളും പോംവഴികളും ഉണ്ടാക്കി കൊടുക്കും.
എന്നിട്ട് വീണ്ടും അള്ളാഹു അടുത്ത ആയത്തിൽ പറയാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഒരിക്കലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് അള്ളാഹു ഉപജീവനം നൽകുകയും ചെയ്യും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അവന്റെ വൈവാഹിക ജീവിതം എന്ന് മാത്രമല്ല, മനുഷ്യന്റെ എല്ലാത്തരം എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അള്ളാഹുവിനെ അവർ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രതിസന്ധികൾക്ക് പോംവഴി ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളെ അള്ളാഹു നീക്കിക്കൊടുക്കും എന്നൊക്കെ അള്ളാഹു പറയുന്നു. ഇനി അതിന്റെ ബാക്കിയായി ഖുർആൻ പറയുന്ന ഒരു കാര്യം വമൻ യത്തഖില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിർവഹിക്കേണ്ട മറ്റൊരു കാര്യം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവന് അള്ളാഹു മതിയാകും. തവക്കുൽ എന്നത് ആരാധനയുടെ വ്യത്യസ്ത ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ തവക്കുൽ അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് മറ്റൊരാളിലേക്ക്, മറ്റൊരു വ്യക്തിയിലേക്ക്, ശക്തിയിലേക്ക് നമ്മൾ അതിനെ അവലംബിക്കുമ്പോൾ, തവക്കുൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ വിശ്വാസത്തിൽ പങ്കുചേർക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹുവിൽ മാത്രം തന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവനാരോ അവർക്ക് അള്ളാഹു മതിയാകും എന്നുള്ളതാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, തവക്കുൽ എന്നത് ആരാധനയുടെ ഒരു ഇനമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന് ഭരമേൽപ്പിച്ചവന് അത് മതിയാകും എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു അവന്റെ കാര്യം അത് നടപ്പാക്കാൻ അവന് കഴിയും, അത് അങ്ങനെ അവൻ പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അവന്റെ കണക്കുകളും എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നടപ്പാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് ആർക്കും അവന്റെ കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല. അവനിൽ പൂർണ്ണമായി ബരമേൽപ്പിച്ചാൽ അവന്റെ കാര്യങ്ങൾക്ക് അള്ളാഹു പോംവഴി ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.